നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടറായി ഹിന്ദുമത വിശ്വാസിയായ തുളസി ഗബാർഡിനെ ഡൊണാൾഡ് ട്രംപ് നിയോഗിച്ചത് പലരെ ഞെട്ടിപ്പിക്കുകയും അതേപോലെ പലരുടെയും അതൃപ്തിക്ക് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. ഇന്റലിജൻസ് മേഖലയിൽ വേണ്ടത്ര അനുഭവ പരിജ്ഞാനമോ നേരത്തെ ഏതെങ്കിലും സർക്കാർ വകുപ്പുകളുടെ ചുമതലയോ വഹിക്കാത്ത തുളസി എങ്ങനെ നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടറുടെ പദവിക്ക് അനുയോജ്യമാകുമെന്നാണ് പലരും ഉന്നയിക്കുന്ന പ്രധാന ചോദ്യം. ഒപ്പം തന്നെ പൂർവ്വകാലത്തെ തുളസിയുടെ നിലപാടുകളും ചോദ്യം ചെയ്യുന്നുണ്ട്. അമേരിക്കൻ വിരുദ്ധതയെ ചൈനയ്ക്കും പുടിനും എഡ്വാർഡ് സ്നോഡനും പിന്തുണ നൽകി പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തിയാണ് പൂർവ്വകാലത്തെ തുളസി എന്ന വ്യക്തി. അങ്ങനെ ഒരാളാണ് രാജ്യസുരക്ഷയുടെ ഉന്നത പദവിയിലേക്ക് പ്രധാനമായും എത്തുന്നത്. രാജ്യത്തെ 18 ഇന്റലിജൻസ് ഏജൻസികളുടെ ഏകോപനം എന്ന വലിയ ചുമതലയാണ് തുളസിയെ പ്രധാനമായും ഏൽപ്പിച്ചിരിക്കുന്നത്. US ജനപ്രതിനിധി സഭയിലെ മുൻ അംഗവുമായ തുളസി ട്രംപിന്റെ അടുത്ത അനുയായികളിൽ ഒരാൾ കൂടിയാണ്. മാത്രമല്ല ഹവായിൽ നിന്നുള്ള ജനപ്രതിനിധിയുമായിരുന്നു. അനുഭവ സമ്പത്തിനേക്കാൾ ഉപരി വിശ്വസ്തരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുക എന്ന ട്രംപ് നയത്തിന്റെ ഭാഗമായാണ് തുളസിക്ക് പദവി ലഭിച്ചിരിക്കുന്നതെന്നതിൽ സംശയമില്ല. 43-കാരിയായ തുളസി US പാർലമെന്റിലെ ഹിന്ദുമത വിശ്വാസിയായ ആദ്യ അംഗമാണ്. ഹിന്ദുമത വിശ്വാസി എന്നതും പേരും പലരും ഇവരെ ഇന്ത്യൻ വംശജ എന്ന് തെറ്റിദ്ധരിക്കുന്നതിലേക്കും നയിച്ചിട്ടുണ്ട്. അമേരിക്കൻ സമോവൻ വംശജയാണ് ശരിക്കും തുളസി. ശരിക്കും അമേരിക്കക്കാരിയായ തുളസിയുടെ അമ്മ ഹിന്ദുമതത്തിൽ ആകൃഷ്ടയാവുകയും കുടുംബം ഹിന്ദുമതം സ്വീകരിക്കുകയുമായിരുന്നു. മക്കൾക്കെല്ലാം ഇവർ ഹിന്ദു പേരുകളാണ് ഇട്ടിരിക്കുന്നത്. 2020 ട്രംപിനെതിരെ തുളസി മത്സര രംഗത്തുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് പിന്മാറുകയാണ് ചെയ്തത്. 2022 ഇവർ ഡെമോക്രാറ്റിക് പാർട്ടി വിട്ടത്. വരേണ്യവർഗത്തിന്റെ പാർട്ടിയെന്ന് കുറ്റപ്പെടുത്തി പാർട്ടി വിട്ട ഇവർ പിന്നീട് സ്വതന്ത്രമായി മത്സരിക്കുകയും ചെയ്തു. 2024 റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ഇവർ പ്രധാനമായും അംഗത്വം എടുത്തത്. ട്രംപിന്റെ നേതൃത്വം പാർട്ടിയെ മാറ്റിമറിച്ചുവെന്നും ജനങ്ങളുടെ സമാധാനത്തിന്റെ പാർട്ടിയായി റിപ്പബ്ലിക്കൻ പാർട്ടി മാറിയെന്നുമാണ് പാർട്ടിയിൽ ചേർന്നുകൊണ്ട് തുളസി പറഞ്ഞിരുന്നത്. ആർമി നാഷണൽ ഗാർഡിൽ അംഗമായിരുന്ന ഇവർ ഇറാഖിലും കുവൈത്തിലും സേവനമനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട്. യുദ്ധത്തെ എതിർക്കുന്ന യുദ്ധമുഖത്ത് സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തി, റിപ്പബ്ലിക്കനായി മാറിയ ഡെമോക്രാറ്റ് തുടങ്ങിയ നിലപാടുകളിലെല്ലാം വിരോധാഭാസമുള്ള വ്യക്തിയുമാണ് തുളസിയുടേത്. യുദ്ധത്തെ എതിർക്കുന്ന യുദ്ധമുഖത്ത് സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തി, റിപ്പബ്ലിക്കനായി മാറിയ ഡെമോക്രാറ്റ് തുടങ്ങിയ നിലപാടുകളിലെല്ലാം വിരോധാഭാസമുള്ള വ്യക്തിത്വമാണ് തുളസിയുടേത്. ട്രംപിന്റെ 1-ാം ഊഴത്തിൽ അദ്ദേഹത്തിനെതിരെ നിശിതമായി തുളസി വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു. വെസ്റ്റ് സെല്ലിംഗ് എഴുത്തുകാരി കൂടിയാണ് തുളസി. ഹിന്ദുമത ആചാരപ്രകാരമായിരുന്നു തുളസി ഹവായിലെ സിനിമാറ്റോഗ്രാഫറായ അബ്രഹാം വില്യംസിനെ വിവാഹം ചെയ്തത്. ക്യാമ്പയിൻ പരസ്യങ്ങൾ ചെയ്യുന്നതിനിടയിൽ വെച്ചാണ് ഇരുവരും പരിചയപ്പെട്ടത്. കെൻറ്റുക്കിയിൽ നിന്നുള്ള സെനറ്റർ മിച്ച് മാക്നോൺ മാത്രമായിരുന്നു തുളസിക്കെതിരെ വോട്ട് രേഖപ്പെടുത്തിയ ഏക റിപ്പബ്ലിക്കൻ. തുളസി നേരത്തെ നടത്തിയ പരാമർശങ്ങളും ചെയ്തികളും ചൂണ്ടിക്കാട്ടി അനാവശ്യമായ റിസ്ക് ഏറ്റെടുക്കുകയാണെന്നാണ് അദ്ദേഹം പ്രധാനമായും അഭിപ്രായപ്പെടുന്നത്. രാജ്യത്തിന്റെ വിശ്വാസം നേടിയെടുക്കുന്നതിൽ പരാജയപ്പെട്ട ഒരാളെ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഉന്നത പദവി ഏൽപ്പിക്കുന്നതിലെ അനൗചിത്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. തുളസി ഗബാർഡിനെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുമോദിക്കുകയും ചെയ്തു. തുളസിയുമായി ബുധനാഴ്ച കൂടിക്കാഴ്ച നടത്തിയ പ്രധാനമന്ത്രി ഇന്ത്യ-US സൗഹൃദത്തെക്കുറിച്ചും അവരോട് സംസാരിച്ചിരുന്നു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ബുധനാഴ്ചയാണ് മോദി അമേരിക്കയിലേക്ക് എത്തിയിരുന്നത്. എലോൺ മസ്കും തുളസിയെ അഭിനന്ദിച്ച് എക്സിൽ പോസ്റ്റ് പങ്കുവയ്ക്കുകയുണ്ടായി.